welcome to you. As you know, we are gathered here to celebrate Matthew's second birthday. Now, I would just like to say a few words about our birthday boy Matthew, who Rojangal and Priyandi lovingly called Mattis. Before Mattis came into Rojangal and Priyandhi's life, they were free spirits, not much responsibility at all. They waited patiently for so long, and finally Mattis came into their lives over a year ago, and I'm so happy for them. Mattis has changed their life for the better, and they've turned into responsible parents, I hope. And Mattis looks like a very, very happy chappy. Their bonding is amazing, and Mattis is pampered by all his extended family and friends. Rojangal and Priyandi celebrated Mattis' first birthday back home in India, but they still wanted to celebrate here in the UK with their family and friends. Today we've arranged some entertainment and some delicious food and DJ for all of you to enjoy. I request that you all stay till the end to make this a memorable day for Mattis. Now I would like to welcome today's star, our birthday boy, Matthew, and his parents, Rojangal and Priyandi, to the stage. So let's give them a massive round of applause. I would like to welcome Rojangal's brother, Adyangal and Subriyandi, and their kids, Austin, Amy and Anne-Maria, to the stage.
song, so I'd like to invite Fiona Manoj to the stage.
ദിവസമാണ്. 2 വയസ്സ് മാത്യുവിന് തികയുമ്പോൾ മാതാപിതാക്കളോടൊപ്പം അവരുടെ ബന്ധുമിത്രാദികളോടൊപ്പം നമ്മൾ സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ സഭയോട് ചേർന്ന് ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ബലിപീഠത്തിലേക്ക് മാത്യുവിനെയും റോജിയെയും പ്രീതിയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇനിയുള്ള വർഷങ്ങൾ ദൈവത്തോട് ചേർന്ന്, ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന്, സ്വർഗീയ നിവാസികളോട് ചേർന്ന് ഈ ലോകത്തിന് ദൈവത്തിന് സാക്ഷിയായി ജീവിക്കേണ്ട മകനും കുടുംബവുമാണ്. നമുക്കൊരു നിമിഷം ദൈവവചനം കേട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വചനം. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്ന പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവൻ അർപ്പിക്കുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹനിധിയായ ദൈവമേ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മാത്യുമോനെ പ്രത്യേകം അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ മകനിലൂടെ, ഈ മകന്റെ കുടുംബത്തിലൂടെ അങ്ങ് ഇന്ന് വരെ ചൊരിയാനിരിക്കുന്ന എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയും സുഖത്തിലും ദുഃഖത്തിലും അവിടുത്തെ തിരുമനസ് നിർവഹിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഈ മകനിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യവും ഹൃദയസമാധാനവും അപകടങ്ങളിൽ നിന്നും ഇവനെ കാത്തുകൊള്ളണമേ എന്ന് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുക. വിശുദ്ധിയിലും വിജ്ഞാനത്തിലും സഭയോടും സഭാ കൂട്ടായ്മയോടും ചേർന്ന് ജീവിക്കുവാൻ ഈ മകനെയും ഈ മകന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. ഉരുകും വേനലകലാനൊന്നു ചൊരിയൂ തൂമഴ, മെഴുകിൻ നേർത്ത തിരിയ സ്ട്രോബെറി പറഞ്ഞടാ, അരികെ ഞാൻ കോഴി എങ്ങനെ വരണേ, കൗ എങ്ങനെ വരണേ, പൂച്ച എങ്ങനെ വരണേ,